ഐസുമോനെ, എന്താ പേര്? മൈസിനെ. എവിടെടാ എന്റെ കുട്ടി? എവിടെ? ചാടി കളിക്കടൊക്കെ എടുക്കാൻ വേണ്ടിട്ട്. ഐസു മുഹമ്മദ് ഐസിൻ. പൊന്നൂസ്, വെള്ളിപ്പട കുട്ടി എവിടെ? എവിടെ വെള്ളിപ്പട കുട്ടി? ഇന്ന് 31-ാം തീയതി 31/7/2026 എൻ്റെ പൊന്നൂസിൻ്റെ വീഡിയോ ആണിത്. വെള്ളിപ്പ ഇനി ബോംബെ പോവാണ്, 3-ാം തീയതി മറ്റന്നാൾ പോവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് എൻ്റെ കുട്ടിൻ്റെ വീഡിയോ കാണാനാണ്. പൈസ മോനെ, അനക്ക് ഇത്ര വാതിൽ അറച്ച ഡ്രസ്സ് വെള്ളിപ്പ അനക്ക് ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഇജ്ജ് കണ്ടത്? കണ്ടിക്കണ? ആ മതി, അത് മതി. കൺഗ്രാജുലേഷൻസ്. വെള്ളിപ്പട ഇംഗ്ലീഷ് അവർക്ക് പഠിപ്പിച്ച് തരണ്ട കേട്ടാ. വെള്ളിപ്പട ഇംഗ്ലീഷ് അടഞ്ഞ് വരാൻ പോണത്. പൊന്നൂസ്, പൊന്നു ഇങ്ങോട്ട് പോയാ അറി. നിങ്ങളിന്ന് എവിടേക്കൊക്കെ പോയത്? എടപ്പാൾക്കൊക്കെ പോയാ? ഡ്രസ്സ് എടുക്കാൻ പോയാ? എനിക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ പോയാ? പൊന്നു, എൻ്റെ അപ്പക്ക് ഈ വീഡിയോ വിട്ടു കൊടുക്കട്ടെ. എൻ്റെ അപ്പക്ക് വിട്ടുകൊടുക്കട്ടെ. പകു വീഡിയോ ഇട്ട് കൊടുക്കട്ടെ. എൻ്റെ അപ്പ ഗൾഫിൽ നിന്ന് ഇതിങ്ങനെ കാണട്ടെ. ചിരിക്കല്ലേ. ഇന്ന് മോളെ കുട്ടിയുടെ 40-ആണ്. 1/8/2026 കുടുംബക്കാരൊക്കെ വന്നിട്ടുണ്ട്. കൈയ്യടിക്കും. കയ്യടിക്ക് മക്കളെ. കുട്ടികളൊക്കെ എവിടെ? നല്ല മഴയാണ്. മോളെ കുട്ടിയുടെ 40.
എന്തായാലും പരിപാടി ഉഷാറായി. മാഷാഅല്ലാ ഇവിടെ കൊണ്ട് വെക്കട്ടെ. മാഷാഅല്ലാ എന്തായാലും ഇനി ഞാൻ മറ്റന്നാൾ പോവുകയാണ്. മൂന്നാം തീയതി നമ്മൾ പോവുകയാണ്. എന്തായാലും കാര്യങ്ങളൊക്കെ നല്ല റാത്തായി. എല്ലാം കൊണ്ട് റാത്തായി. ഇപ്പോൾ 15 കഴിഞ്ഞ് 40 കഴിഞ്ഞ് ഇനി 3-ാം തീയതി ഇൻഷാല്ലാ നമ്മൾ പോവാണ്. രണ്ട് താത്ത ഇതിൻ്റെ മൂത്ത പെങ്ങള്, ഇത് 2ാമത്തെ പെങ്ങള്, ബാക്കി 3-ാമത്തെ പെങ്ങളായിരിക്കണം ചിരിച്ചും കൊണ്ട്. പിന്നെ ഇവിടെ 4-ാമത്തെ പെങ്ങൾ ഇത് ഫാത്തിമ മേഡം. ഗിന്നസ് ബുക്കിൽ പേരൊന്ന മേഡാണിത്. ഇൻഷാല്ലാ ഫാത്തിമ മേഡം ഗസ്റ്റ് ആ കമ്പനിയുടെ പൈസ തരുന്നേ. 500 നോട്ടാ. ഏതാ എൻ്റെ കമ്പനിയുടെ പേരെന്താ? പ്രോസസ് ഒന്നുകൂടി വരും. പ്രൊഡക്ട്സ് നല്ലപോലെ പറഞ്ഞു, എനിക്കറിയില്ല. അല്ലേ ഞാൻ പ്രൊഡക്ട്സ് ഒരു എന്താണ് പ്രൊജക്ട് ടെസ്റ്റിൽ എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? എനിക്കിപ്പോൾ എത്ര മാസം 13,500 വെച്ചിട്ടൊക്കെ എത്ര മാസം പൈസ തന്നിക്ക്? ആദ്യം 13,500 തന്ന്, പിന്നെ 13,500 തന്ന്, ഇപ്പോൾ 2-ാം പീരീഡ് 3-ാമത്തെ മാസം. എത്ര എണ്ണിക്കാട്ട് റംജതാത്ത ചേർന്നിക്കണാ? റംജതാത്ത ചേർന്നിക്കണേ, എൻ്റെ പെണ്ണുങ്ങൾ ചേർന്നിക്കണേ, സുലൈഖാത്ത ഇജ്ജ് ചേർന്നിക്കണാ? ജംഷിദാത്ത ചേർന്നിരിക്ക. ഉമ്മ എത്ര കൊടുത്ത്? 90,000. ഇവിടെ എത്ര കൊടുത്ത്? 20,000. ഇന്നൊക്കെ പൈസ ഉണ്ട്. എല്ലാവരോടും പറയണ്ടേ, ധൈര്യം ഉണ്ടെങ്കിൽ ചേരുക. പിന്നെ പൈസ പോയാൽ ഓളെ എൻ്റെ പേർക്കൊന്നും വരരുത്. അജി ഗ്യാരണ്ടി എടുക്കുമോ? വേണ്ട, വെറുതെ വണ്ടി വില ഉണ്ടാക്കട്ടെ. ആകെ ലാസ്റ്റ് പെങ്ങളെ അച്ചുമല്ലോ. ധൈര്യം ഉള്ളവർ ചേരുക. കാരണം എന്ന് വെച്ചാൽ പൈസ ഇതുവരെയും പോയിട്ടില്ല. മൂത്ത പെങ്ങളെ മോനെ 5 ലക്ഷം ഉറുപ്പ ഇട്ടിക്കണേ. 5 ലക്ഷം ഉറുപ്പ അല്ല, പെങ്ങളെ മോനെ ആ 5 ലക്ഷം ഉറുപ്പ ഇട്ടിട്ട് എത്ര രൂപ അവർക്ക് കിട്ടി? ആരിസിന് 3.25 ലക്ഷം ഉറുപ്പ അവർക്ക് കിട്ടി. 6 മാസമായിട്ടുള്ളൂ. 4 മാസം 5 ലക്ഷം ഉറുപ്പ ഇട്ടിട്ട് 3.25 ലക്ഷം ഉറുപ്പ കിട്ടി. അപ്പോൾ അതാ 70,000 രൂപ. എല്ലാവരോടും പറയണ്ടേ, ഞാൻ 1 ലക്ഷം ഉറുപ്പ ഇട്ടിട്ട് 13,500 രൂപ ഓള് തന്ന്, പിന്നെ 2-ാമത്തെ മാസം 13,500 തന്ന്, ഇപ്പം 3-ാമത്തെ മാസത്തിലേക്ക് തന്നെ വേഗം ആൾക്കാർ കാണേണ്ടത്. പിന്നെ ധൈര്യം ഉണ്ടെങ്കിൽ ചേരുക. ഇന്നിവിടെ എൻ്റെ മോളെ കുട്ടിയുടെ 40 തരുന്ന്. ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞ് പോയി. ഇനിയിപ്പം മറ്റന്നാൾ ഞാൻ പോവുകയാണ് 3-ാം തീയതി. സമയം 2:15. എന്തായാലും ഉള്ള ചെറിയൊരു പരിപാടിയാണ്, വലിയ ആഘോഷമായിട്ടൊന്നുമില്ല. അവളെ വീട്ടുകാർ മാത്രം വന്ന് 6,500 അതിൻ്റെ മുന്നേ തന്നിക്കണേ. അപ്പം എന്തായാലും ഇൻഷാല്ലാ ഞങ്ങൾ പൈസ ഉണ്ടെങ്കിൽ എന്താ പറഞ്ഞു 1 ലാക്ക് 14,000 രൂപ. അപ്പം എനിക്ക് 13,500 തന്നിട്ടുള്ളൂ. അപ്പം കിട്ടൂലേ? എന്നുവെച്ചാൽ പൈസ ഉണ്ട്. വേഗം സമയമായി. ഇവിടെ 2:40 ഷോർട്ട് വീഡിയോ അത് കട്ടാവാറായി. 6,500 രൂപ എനിക്ക് തരികയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ചേരട്ടെ. അല്ലാതെ ഇപ്പോൾ പൈസ ഇതിന് പോയിട്ടൊന്നുമില്ല. അവിടെ ഒരുപാട് ആൾക്കാരെ കമ്പനിയിൽ ചേരുന്നുണ്ട്. എന്താ സംഭവം എന്ന് എനിക്കൊന്നും അറിയില്ല. പക്ഷേ പെങ്ങളാണ് ഇതെല്ലാം ഏറ്റെടുത്തിക്കണത്. ഇൻഷാല്ലാ ഞാൻ ഇവിടെ എൻ്റെ യൂട്യൂബിലുള്ള എല്ലാവരോടും എനിക്ക് സബ്സ്ക്രൈബ് ഏകദേശം 21,000 സബ്സ്ക്രൈബായി. എന്നപ്പോൾ ഞാനിഞ്ഞ് മറ്റന്നാൾ ബോംബേക്ക് പോവുകയാണ് 3-ാം തീയതി. അവിടെയും കനത്ത മഴയാണ്, ഇവിടെയും കനത്ത മഴയാണ്. അപ്പോൾ മോളെ പ്രസവവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതായിരുന്നു. അപ്പോൾ പ്രസവം കഴിഞ്ഞ് 15 കഴിഞ്ഞ് ഇന്ന് 1-ാം തീയതി 1/8/2026 40 അതും കഴിഞ്ഞ് ഇനി മാസമുള്ള 5 കേടുപാടും കൂടാതെ ബോംബെയിലേക്ക് യാത്ര പുറപ്പെടട്ടെ. കാരണം ഇനി ഇവിടെ നിന്നാൽ നമുക്ക് ശരിയാവില്ല. കാരണം അവിടുന്ന് വിളി കണ്ടമാനം വന്നുകൊണ്ടിരിക്കുക. കാരണം തെങ്ങുമെന്ന് തേങ്ങ വീണിട്ടും മഴയായിട്ട് ഓലപ്പട്ട വീണിട്ടും ഞാനാച്ചവിടെ നിൽക്കുമ്പോൾ ഒരു സമാധാനമില്ല. കാരണം അവിടെ എൻ്റെ പണികളൊക്കെ നിർത്തിയിട്ടാണ് വന്നിരിക്കണത്. കടയിൽ പണിക്കാരൻ ചെറുക്കരിക്കുന്നുണ്ട്. നമ്മൾ ചെന്നിട്ട് വേണം തെങ്ങുമ്പോൾ കയറലും ജീവിതം. കുടുംബത്തേക്ക് 10 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പോയിട്ട് അധ്വാനിക്കാൻ തന്നെ വേണം. പക്ഷെ ഇപ്പോൾ തെങ്ങ് മഴ പെയ്തിട്ട് വെഴുക്കണ സമയമാണ്. എന്നാലും അതിൻ്റെ മുകളിൽ വളരെ പ്രയാസപ്പെട്ട് കയറേണ്ട ഒരു അവസ്ഥയാണ്. കാരണം നമ്മൾ കോൺട്രാക്റ്റ് എടുത്തതാണ്. എന്തായാലും ഇവിടെ വലിയ പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. 40-ന് എൻ്റെ മോളെ കുടുംബത്തിന് അവരെ വീട്ടുകാരും അമ്മയാക്കി ഇവരൊക്കെ വന്ന് കുറച്ച് ആൾക്കാരൊക്കെ വന്ന് അങ്ങനെ പരിപാടിയൊക്കെ ഇന്ന് കഴിഞ്ഞ് ഞാൻ അവരും കൂടിയും വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ അവിടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സീറ്റ് കാര്യമായപ്പോൾ എല്ലാവരും കൂടി ചിന്നാടെ പിടിച്ചിരുത്തി
അപ്പോൾ പിടിച്ചിരുത്തിയപ്പോൾ പിന്നെ എനിക്ക് അവരെ വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അതിൻ്റെ ശേഷം പിന്നെ എൻ്റെ പെങ്ങന്മാരെയും കുട്ടികളൊക്കെ എടുത്ത് എന്തായാലും എല്ലാം കൊണ്ട് റാഹത്തായി. ഇൻഷാല്ലാ നാളെ ഞാൻ എൻ്റെ മൂത്തമ്മയുടെ മോൻ്റെ മകൻ്റെ കല്യാണമുണ്ട് ചേകനൂർ മജീദ്ക്കാരെ മോൻ്റെ കല്യാണം. അത് നാളെയാണ് 2-ാം തീയതി. അപ്പോൾ അതും കൂടി അതിലും പങ്കെടുക്കാൻ സാധിച്ച് യാവുക്കാൻ്റെ മോൻ്റെ കല്യാണത്തിനും പങ്കെടുക്കാൻ സാധിച്ച് യാവുക്കാൻ്റെ മക്കളെ നിക്കാഹിനും പങ്കെടുക്കാൻ സാധിച്ച് അങ്ങനെ ഒക്കെ പാടെ ഈ ഒരു മാസത്തിൻ്റെ നമുക്ക് എല്ലാം കൊണ്ട് റാഹത്തായി. മോളെ 15-ന് കുട്ടറെ 15-ന് അന്ന് പടച്ചോൻ്റെ പെണ്ണോട് മഴ ഒന്നും ഉണ്ടായില്ല. അതിന് എൻ്റെ റബ്ബിനെ സ്തുതിക്കായി. ഇന്ന് 1-ാം തീയതി 40-ൻ്റെ അന്ന് മോളെ കുട്ടറെ 40 ആയിരുന്നു. അന്ന് എവിടെയും കനത്ത മഴ. പക്ഷെ ഇന്ന് ഇനി എത്ര മഴ പെയ്താലും എനിക്ക് കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ കൂടുതൽ ആളൊന്നുമില്ല. കാരണം വെപ്പൊക്കെ നമ്മൾ ഇവിടെ അല്ലേ നമ്മൾ ഓർഡർ കൊടുത്തതിന് ഭക്ഷണം. അപ്പോൾ അത് ഇവിടെ എത്തിച്ച് പിന്നെ അവർ കുറച്ച് ആൾക്കാരാണ്. അത് നമ്മളെ ഇവിടെ അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായി. നമ്മൾക്ക് പിന്നെ സീറ്റൊക്കെ ഇട്ട കാരണം നമ്മളിപ്പോൾ ഓൾറെഡി എല്ലാം കൊണ്ട് സൗകര്യമാണ്. അപ്പോൾ എന്തൊരു ചെറിയ പരിപാടി ഉണ്ടെങ്കിലും ഇങ്ങനെ ചെറിയൊരു പന്തൽ കെട്ടിയാൽ സീറ്റ് ഇട്ടാൽ ഒരു മിനിറ്റ് ഇങ്ങനെ ഒരു ചെറിയ പന്തലൊക്കെ സീറ്റിട്ട ഫ്രണ്ടിൽ സീറ്റിട്ട എന്താ സംഭവം എന്നറിയോ? നമുക്ക് ചെറിയ വീട്ടിലെന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടി മക്കളെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതേമാതിരി നല്ല ആകർഷത്തോടെ തന്നെ കേൾക്കുകയും ചെയ്യുക. അതുപോലെ നമുക്ക് വണ്ടി നിർത്തിയാലും വേനൽക്കാലത്ത് വെയിലൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഇത്രയും വലിയ കനത്ത മഴ പെയ്തിട്ടും നമ്മളെ വീട്ടിൻ്റെ അകത്തേക്കൊന്നും മഴ പെയ്തിട്ടില്ല. അപ്പോൾ അതിനും ഗുണമാണ്. അതുപോലെ കാറൊന്നും കംപ്ലൈൻറ്റ് വരില്ല. ഇങ്ങനെ വെയിൽ കൊണ്ടിട്ട് അതിൻ്റെ പെയിൻറ്റ് പോവുക. അപ്പോൾ ഈ വണ്ടിയൊക്കെ നമ്മളെ ഈ വെയിലത്ത് ഇവിടെ ഇങ്ങനെ നിർത്തേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ കണക്കാക്കിയിട്ടാണ് ഞാൻ ഈ വീട് സീറ്റ് ഇട്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സീറ്റ് ഇട്ടാൽ ഇങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങൾ വർഷക്കാലത്ത് ഗുണമുണ്ടാവും. ഇതിപ്പോൾ ഞാൻ കടക്ക് വേണ്ടിയിട്ട് സീറ്റ് ഇട്ടതാണ്. കേട്ടില്ലേ? കടയിലേക്ക് സാധനങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വണ്ടി കൊടുന്ന് നിർത്തുമ്പോൾ ഇവിടെ കൊടുന്നിട്ട് ഇറക്കാനും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ബുദ്ധിക്ക് വെച്ച് കളിച്ചതാണ്. പക്ഷെ അതുകൊണ്ട് പല ഗുണവും കിട്ടി. ഒരുപാട് പൈസയുടെ ലാഭം വന്ന്. അപ്പോൾ ഇന്ന് ഇൻഷാല്ലാ ഞാൻ ഇവിടെ വെക്കുകയാണ്. അപ്പോൾ ചെറിയൊരു പരിപാടി കുട്ടികളെന്താ വെച്ചാൽ ഈ പരിപാടിക്ക് പെരയുടെ ബാക്കിൽ കൂടെ കൂട്ടിക്കൊണ്ടുവരലൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കുറച്ച് വീഡിയോസ് എടുത്ത് വിട്ട് ഇനി കുറേ വേണ്ടാത്ത കമൻറ്റ് വരും. റബ്ബേ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ.